വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 252ഓളം പേര് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യ കണ്ടതിൽ വളരെയധികം ഒരു ഭയാനകമായ ഒരു വിമാന അപകടമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾ പരിഭ്രാന്തിയിൽ ഓടുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. നെട്ടോട്ടത്തിൽ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു അപകടമായിരുന്നു ഇത്. അതിനുശേഷം വളരെ പ്രയാസപ്പെട്ട് ആണ് ഫയർഫോഴ്സും സൈന്യവുമൊക്കെ എത്തി അണയ്ക്കാൻ സാധിച്ചത്. അതിനുശേഷം കണ്ട കാഴ്ച ഭയാനകമായ ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ദയനീയമായ കാഴ്ചകളാണ് പിന്നെ അവിടെ നിന്നും കാണാൻ സാധിച്ചത്. ഒരിക്കലും ഇത്തരത്തിലുള്ള ഇത് ഒരു കാലത്തും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ അത്രത്തോളം ദയനീയമായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരും ജീവച്ഛവമായ ധാരാളം നമ്മുടെ സഹോദരങ്ങളും ജീവന് വേണ്ടി പിടയുന്നവരെയുമൊക്കെ അവിടെ കാണാൻ സാധിച്ചു. നല്ല രീതിയിലുള്ള റെസ്ക്യൂ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും വളരെ ദുഃഖകരമായ വാർത്തകളാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികളും അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ദുഃഖകരമായ മറ്റൊരു വാർത്ത കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളിയായ ഒരു സഹോദരിയുടെ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ.